ഇന്നത്തെ വീഡിയോയിൽ NMMS സ്കോളർഷിപ്പിന് ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുവാൻ കൈവശമുണ്ടാകേണ്ടവയാണ് സാധുതയുള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും, പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് 100 KB താഴെ വലിപ്പം വരുന്ന തരത്തിൽ PDF ഫോർമാറ്റിൽ സ്കാൻ ചെയ്തതാണ് വേണ്ടത്. SC/ST വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി PWD വിഭാഗത്തിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്. പിന്നെ സമീപകാലത്തെടുത്ത 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോയുടെ സൈസ് 150x200 പിക്സൽ വലുപ്പത്തിലും 20 KB മുതൽ 30 KB വരെ ഫയൽ സൈസും JPG ഓർ JPG ഫോർമാറ്റിലുള്ളതാണ് വേണ്ടത്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ക്രോമിൽ എങ്ങനെ സെർച്ച് ചെയ്താൽ മതി, www.nmmsc.kerala.government.in എന്നതാണ്. വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഞാനത് ക്രോമിൽ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഹോം പേജ് പുതിയ അപേക്ഷകർ ഹോം പേജിലെ കാൻഡിഡേറ്റ് ലോഗിൻ താഴെ കാണുന്ന ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ ഈ കാണുന്ന ഇതൊന്ന് പൂരിപ്പിക്കുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ. ഇനി കൺഫേം മൊബൈൽ നമ്പർ. എന്നിട്ട് ഇനി രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള യൂസർ നെയിമും ഡിഫോൾട്ട് പാസ്വേഡും മെസ്സേജായി ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ മൊബൈൽ നമ്പറിൽ ലഭിച്ച യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം. അതിനുശേഷം ആദ്യ തവണ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത ശേഷം വീണ്ടും ലോഗിൻ ചെയ്യണം. ഞാൻ രജിസ്റ്റർ ചെയ്ത് കാണിക്കുന്നില്ല, ഇനി ഞാൻ ബാക്കി പറഞ്ഞുതരാം. അപേക്ഷകർ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ഹോം പേജിൽ അപേക്ഷകൻ നൽകിയ ലോഗിൻ വിവരങ്ങളും അപേക്ഷയുടെ സ്ഥിതിയും കാണാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നത്, നിങ്ങളുടെ പ്രൊഫൈലും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും എല്ലാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് ഈ ആപ്ലിക്കേഷൻ ഹോം പേജിന് എടുക്കുമ്പോൾ കിട്ടുന്ന ഹോമിന് താഴെയുള്ളത് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് 5 ഘട്ടങ്ങളായാണ് അപേക്ഷയിൽ വിവരങ്ങൾ നൽകേണ്ടത്. ആപ്ലിക്കേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 5 ഘട്ടങ്ങളായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് വിശദ വിവരങ്ങൾ പറയാം. 1ാം ഘട്ടത്തിൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ജെൻഡർ, അഡ്രസ്സ്, ജില്ല, ജാതി, മതം, കാറ്റഗറി, SC ആണോ, ST ആണോ, OBC ആണോ, OEC ആണോ, ജനറൽ ആണോ, പിന്നെ PWD ആണോ, അതൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ SC/ST വിഭാഗത്തിലുള്ള അപേക്ഷകർ ജാതി സർട്ടിഫിക്കറ്റ്, അതെന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാതി സർട്ടിഫിക്കറ്റ്, അത് അപ്ലോഡ് ചെയ്യണത്. PWD ഉള്ളവരാണെങ്കിൽ അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇതൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും വേണം. ബേസിക് ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നതിനായി സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഉണ്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ സ്റ്റെപ്പ് 2ലാണ് പറയുന്നത്. 2ാം ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് 6 മാസത്തിന് മുന്നേ എടുത്തിട്ടുള്ള സമീപകാലത്തെടുത്ത പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്ലോഡ് ചെയ്യൊരു ഫോട്ടോയുടെ സൈസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 150x200 പിക്സൽ വലുപ്പത്തിലും 20 KB മുതൽ 30 KB വരെ ഫയൽ വലുപ്പമുള്ളതും JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ളതുമായിരിക്കും. ഫോട്ടോ സേവ് ചെയ്യുന്നതിനായിട്ട് അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. സ്റ്റെപ്പ് 2 ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പ് 3 ആണ് ഉണ്ടാവുക. അതിൽ ഫാമിലി ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. പിതാവിൻ്റെ പേര്, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഒക്യുപ്പേഷൻ എല്ലാം ഇവർ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. വരുമാന സർട്ടിഫിക്കറ്റ്, അത് ഇവിടെ വരുമാന സർട്ടിഫിക്കറ്റ് PDF ഫോർമാറ്റിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യും. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം ചെയ്ത ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇനി നമ്മൾ 4ാം ഘട്ടമാണ് സ്റ്റെപ്പ് 4. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് ആണ് 4ാം ഘട്ടത്തിൽ ഉള്ളത് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസിൽ 7ലും 8ലും ക്ലാസ്സുകളിൽ പഠിച്ച വിദ്യാലയ വിവരങ്ങൾ,
പിന്നെ 7ാം തരം പഠിച്ച വിദ്യാലയത്തിൻ്റെ റവന്യൂ ജില്ല, വിദ്യാഭ്യാസ ജില്ല എല്ലാം അവർ ചോദിച്ചിട്ടുണ്ട്. ഒക്കെ പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതിൻ്റെ വിദ്യാലയത്തിൻ്റെ റവന്യൂ ജില്ല, വിദ്യാഭ്യാസ ജില്ല, സ്കൂള് എല്ലാം സെലക്ട് ചെയ്യുകയും അതിനൊക്കെ ശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം ഈ സ്റ്റെപ്പ് 4 ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ ഏത് ഭാഷയും സെലക്ട് ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയത്തിൽ. അതിലേതാണ് നമ്മുടെ ഭാഷ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇത്രയും വിവരങ്ങൾ നൽകിയ ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 5ലേക്കാണ് കിടക്കുന്നത്. അവസാന ഘട്ടമാണിത്. അപേക്ഷയുടെ വിവരങ്ങൾ കാണുന്നതിനായിട്ട് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഉണ്ട് പ്രിവ്യൂ ബട്ടൺ. അപ്പോൾ അപേക്ഷയിൽ നൽകിയ വിവരങ്ങളെല്ലാം കാണാവുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതത് സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 പോയി തിരുത്തലുകൾ വരുത്തിയ ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തിരുത്തലുകൾ ഒന്നുമില്ലെങ്കിൽ കൺഫർമേഷൻ ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത ശേഷം കൺഫേം ആൻഡ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടെ ഇതും കഴിയും. കൺഫർമേഷനൊക്കെ അമർത്തി കഴിഞ്ഞാൽ പിന്നെ തിരുത്തലുകളൊന്നും തന്നെ വരുത്തുവാൻ സാധിക്കുന്നതല്ല. തുടർന്ന് പ്രിൻറ്റ് യുവർ ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അങ്ങനെ പ്രിൻറ്റ് യുവർ ആപ്ലിക്കേഷൻ പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തെടുക്കുക. പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും 8ാം തരം പഠിക്കുന്ന സ്കൂൾ മേധാവിക്ക്, സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അവസാന തീയതിക്ക് മുമ്പ്, അവസാന തീയതി പറഞ്ഞത് ഫെബ്രുവരി 7-നായിരുന്നു, അന്ന് തന്നെ സമർപ്പിക്കേണ്ടതാണ്. സ്കൂൾ മേധാവി വെരിഫിക്കേഷൻ നടത്തിയ അപേക്ഷകൾ മാത്രമേ സ്കോളർഷിപ്പിന് അപേക്ഷയ്ക്കായിട്ട് പരിഗണിക്കുകയുള്ളൂ. ഇനി സ്കൂൾ മേധാവിക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് അവർ നോക്കിക്കോളും. എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ ഇമെയിൽ ID അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.